നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ത്യാഗസ്മരണയുടെ ഓർമ്മ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. ത്യാഗവും സമർപ്പണവുമാണ് ബലിപ്പെരുന്നാൾ നൽകുന്ന സന്ദേശമെന്ന് ബഷീർ ശിവപുരം പറഞ്ഞു. പള്ളികളിലും വിവിധ ഈദ്ഗാഹുകളിലും പ്രത്യേക പെരുന്നാൾ നമസ്കാരം നടന്നു. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതി കാസർഗോഡ് പിടിയിൽ. കാഞ്ഞങ്ങാട്ട് കുശാൽ നഗറിലെ ക്വാർട്ടേഴ്സിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത്. കാസർഗോഡ് നിരോധിത ലഹരി വസ്തുക്കൾ പിടികൂടി. കൊഡ്ലൂർ ഷിറിബാഗിലു സ്വദേശി കമറുദ്ദീനെ, സൗത്ത് തൃക്കരിപ്പൂർ മീലിയാട്ട് സ്വദേശി മുഹമ്മദ് ഷഫീർ CK എന്നിവരാണ് പിടിയിലായത്. ബന്ദിയോട്ട് മാരക മയക്കുമരുന്നായ MDMA-യുമായി എത്തിയ മധ്യവയസ്കൻ അറസ്റ്റിൽ. ഉപ്പള മണിമുണ്ട ഹൌസിൽ മുഹമ്മദ് ഹർഷാദിനെയാണ് DYSP CK സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 2019 സ്ത്രീയെ ആക്രമിച്ച കേസിലെ പ്രതിയായ പിടികിട്ടാപ്പുള്ളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബന്ദിയോട്ടെ ജലീലിനെയാണ് കുമ്പള പോലീസ് ഇൻസ്പെക്ടർ KP വിനോദ് കുമാറും സംഘവും ചേർന്ന് പിടികൂടിയത്. കാസർഗോഡ് പട്ടികവർഗ വിഭാഗത്തിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ മൃതദേഹം കണ്ടെത്താൻ ഉപയോഗിച്ച ജീപ്പ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. വാർത്തകൾ വിശദമായി. ത്യാഗസ്മരണയുടെ ഓർമ്മ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. ത്യാഗവും സമർപ്പണവുമാണ് ബലിപ്പെരുന്നാൾ നൽകുന്ന സന്ദേശമെന്ന് ബഷീർ ശിവപുരം പറഞ്ഞു. പള്ളികളിലും വിവിധ ഈദ്ഗാഹുകളിലും പ്രത്യേക പെരുന്നാൾ നമസ്കാരം നടന്നു. മഹാത്യാഗത്തിന്റെ ഓർമ്മകളിൽ മുസ്ലിം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചും പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരവും പ്രത്യേക ഖുതുബയും നടന്നു. ത്യാഗവും സമർപ്പണവുമാണ് ബലിപ്പെരുന്നാൾ നൽകുന്ന സന്ദേശമെന്ന് ബഷീർ ശിവപുരം പറഞ്ഞു. പൗരോഹിത്യത്തിന്റെയും ഭരണകൂടത്തിന്റെയും കൂട്ടായ്മയിലൂടെ ഒരു ജനതയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആ ചൂഷണത്തിനെതിരായ പോരാട്ടത്തിന്റെ ചരിത്രമാണ് ഖലീലുല്ലാഹിക്ക് ലോകത്തോട് പറയാനുള്ളത്. പൗരോഹിത്യവും ഭരണകൂടവും ഒന്നിച്ചു ചേരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് മനുഷ്യത്വരഹിതമായ ഒരു ഭരണ സംവിധാനമാണ്. അവിടെ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന പൗരോഹിത്യവും മനുഷ്യനെ അടക്കി ഭരിച്ചുകൊണ്ട് അവരെ ചൂഷണം ചെയ്യുന്ന ഭരണകൂട ഭീകരതയും അവർക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം ജീവിക്കുവാൻ അവസരം നൽകുകയും. കാഞ്ഞങ്ങാട് ഹിറ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ബഷീർ ശിവപുരം നേതൃത്വം നൽകി. വർത്തമാനകാലത്തെ പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള വിശ്വാസദാർഢ്യത ആർജിച്ചെടുക്കാൻ വിശ്വാസികൾക്ക് സാധ്യമാകേണ്ടതുണ്ടെന്നും ഇതര മതസ്ഥരുമായുള്ള സൗഹൃദങ്ങൾ വിപുലപ്പെടുത്താനും കുടുംബ ബന്ധങ്ങൾ ബലപ്പെടുത്താനും പെരുന്നാൾ ആഘോഷങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിഞ്ഞാൽ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് TT അബ്ദുൽ ഖാദർ അസ്ഹരിയും ഇക്ബാൽ ജുമാ മസ്ജിദിൽ ഷംസുദ്ദീൻ സാദിയും തെക്കേപ്പുറം ജുമാ മസ്ജിദിൽ മുഹമ്മദ് ഇർഷാദ് അസ്ഹരിയും നേതൃത്വം നൽകി. അതിഞ്ഞാൽ കോയാപ്പള്ളിയിൽ കരീം മുസ്ലിയാരും കോട്ടച്ചേരി ബദരിയ മസ്ജിദിൽ അബ്ദുൾ റഹ്മാൻ അഷ്റഫിയും കോട്ടച്ചേരി നൂറുൽ മസ്ജിദ് മുസമ്മിൽ ഫൈസി ഇർഫാനിയും പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. പരവനടുക്കം ആലിയ മസ്ജിദിൽ നടന്ന നമസ്കാരത്തിന് KP ഖലീലുർ റഹ്മാൻ നദ്വി നേതൃത്വം നൽകി. കാസർകോട്ട് ഇസ്ലാമിക് സെന്ററിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. പരസ്പരം ആശംസകൾ കൈമാറിയും ബന്ധുവീടുകളിൽ സന്ദർശനം നടത്തിയുമാണ് ബലിപ്പെരുന്നാൾ ദിനം സമ്പന്നമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഹാത്യാഗത്തിന്റെ ഓർമ്മകളിൽ മുസ്ലിംകൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരവും പ്രത്യേക ഖുതുബയും നടന്നു. ഈദുൽ അസ്ഹ എന്ന ബലിപ്പെരുന്നാൾ അഥവാ പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ത്യാഗമാണ്. വിവിധ പള്ളികളിൽ ബലിപ്പെരുന്നാൾ നമസ്കാരവും ഖുതുബയും നടന്നു. നൂറുകണക്കിന് വിശ്വാസികൾ മജ്ലിസുകളിലും ഈദ്ഗാഹുകളിലും നടന്ന നമസ്കാരങ്ങളിൽ പങ്കെടുത്തു. തൃക്കരിപ്പൂർ ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും ഖുതുബയ്ക്കും ഖത്തീബ് ചുഴലി മൊഹീദ്ദീൻ മൗലവി നേതൃത്വം നൽകി.
يظهرون فيهما شعار دينهم الحنيف وأمرهم يوم الفطر أن يخرجوا زكاة أبدانهم يواسي به الفقير والمسكين وأمرهم يوم النحر بالأضحية وحثهم عليها وجعل ذلك من أفضل ما يتقرب به العبد إلى ربه الخبير وشرع الصلاة والخطبة ويسن الحضور للرجال والصغار والكبار والعبيد والأحرار يرفعون أصواتهم بالتكبير ويلبسون من الثياب كل جديد ولطيف. ഉർമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതി കാസർഗോഡ് പിടിയിൽ. കാഞ്ഞങ്ങാട്ട് കുശാൽ നഗറിലെ ക്വാർട്ടേഴ്സിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട +1 വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിലാണ് അറസ്റ്റ്. സംഭവത്തിനു ശേഷം കാഞ്ഞങ്ങാട് കുശാൽ നഗറിലെ സബിത ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരികയായിരുന്നു പ്രതി. ചിറയൻകീഴ് പോലീസ് ഇൻസ്പെക്ടർ ഷൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഹോസ്ദുർഗ് പോലീസിന്റെ സഹായത്തോടെയാണ് ഇയാളെ പിടികൂടിയത്. ഒരാഴ്ച മുൻപായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് ഇയാൾക്കെതിരെ ചിറയൻകീഴ് പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. ഇതോടെ നാട്ടിൽ നിന്ന് മുങ്ങിയ അച്ചു പല സ്ഥലങ്ങളിൽ കറങ്ങിത്തിരിഞ്ഞ ശേഷമാണ് കാഞ്ഞങ്ങാട്ടെത്തിയത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പോലീസ് സംഘം പ്രതിയെ പിടികൂടിയത്. ഇയാളെ ചിറയൻകീഴിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നിരോധിത ലഹരി വസ്തുക്കൾ പിടികൂടി. കുഡ്ലൂർ ഷിറിബാഗിലു സ്വദേശി കമറുദ്ദീനെ, സൗത്ത് തൃക്കരിപ്പൂർ മീലിയാട്ട് സ്വദേശി മുഹമ്മദ് ഷഫീർ CK എന്നിവരാണ് പിടിയിലായത്. വിൽപ്പനയ്ക്കായി കാറിൽ കടത്തുകയായിരുന്ന നിരോധിത ലഹരി വസ്തുക്കൾ പിടികൂടി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 2 പേർ പിടിയിലായത്. കുഡ്ലൂർ ഷിറിബാഗിലു സ്വദേശി കമറുദ്ദീനെ, സൗത്ത് തൃക്കരിപ്പൂർ മീലിയാട്ട് സ്വദേശി മുഹമ്മദ് ഷഫീർ CK എന്നിവരാണ് പിടിയിലായത്. 19,155 പാക്കറ്റ് ലഹരി വസ്തുക്കളാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി IPSന്റെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് DYSP സുനിൽകുമാർ CKയുടെ മേൽനോട്ടത്തിൽ വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പ്രതീഷ് കുമാർ MP, SCPO നാരായണൻ, CPOമാരായ ഉണ്ണികൃഷ്ണൻ, ഗണേഷ് കുമാർ, ഡാൻസ് ഓഫ് സ്ക്വാഡ് അംഗങ്ങളായ CPO നിജിൻ കുമാർ, രജേഷ് കാട്ടാമ്പള്ളി, അനീഷ്, ഭക്ത് ശൈവൻ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബന്ദിയോട്ട് മാരക മയക്കുമരുന്നായ MDMAയുമായി എത്തിയ മധ്യവയസ്കൻ അറസ്റ്റിൽ. ഉപ്പള മണിമുണ്ട ഹൌസിൽ മുഹമ്മദ് ഹർഷാദിനെയാണ് DYSP CK സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. മാരക മയക്കുമരുന്നായ MDMAയുമായി എത്തിയ മധ്യവയസ്കൻ പിടിയിൽ. ഉപ്പള മണിമുണ്ട ഹൌസിൽ മുഹമ്മദ് ഹർഷാദിനെയാണ് DYSP CK സുനിൽകുമാറിന്റെ സ്ക്വാഡും കുമ്പള SI KP ഗണേശനും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച പുലർച്ചെ 3:30 മണിയോടെ ബന്ദിയോട്ട് വെച്ചായിരുന്നു അറസ്റ്റ്. ഇയാളിൽ നിന്നും 3.53 ഗ്രാം MDMA കണ്ടെടുത്തു. ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കെട്ടിടത്തിന് സമീപത്ത് സംശയകരമായ സാഹചര്യത്തിൽ കാണപ്പെട്ട മുഹമ്മദ് ഹർഷാദിനെ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചപ്പോഴാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 2019 സ്ത്രീയെ ആക്രമിച്ച കേസിലെ പ്രതിയായ പിടികിട്ടാപ്പുള്ളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബന്ദിയോട്ട് ജലീലിനെയാണ് കുമ്പള പോലീസ് ഇൻസ്പെക്ടർ KP വിനോദ് കുമാറും സംഘവും ചേർന്ന് പിടികൂടിയത്. സ്ത്രീയെ ആക്രമിച്ച കേസിലെ പ്രതിയായ പിടികിട്ടപ്പുള്ളിയായ ബന്ദിയോട്ടെ ജലീലിനെ അറസ്റ്റ് ചെയ്തു. കുമ്പള പോലീസ് ഇൻസ്പെക്ടർ KP വിനോദ് കുമാറും പ്രൊബേഷൻ SI അനന്തകൃഷ്ണനും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. 2019 സ്ത്രീയെ ആക്രമിച്ച കേസിൽ പ്രതിയായതിനെ തുടർന്ന് ഒളിവിൽ പോയ ജലീലിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സ്ത്രീയെ ആക്രമിച്ച കേസിന് പുറമെ നിരവധി അടിപിടി കേസിലും ഇയാൾ പ്രതിയാണെന്ന് പോലീസ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പട്ടികവർഗ വിഭാഗത്തിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ മൃതദേഹം കടത്താൻ ഉപയോഗിച്ച ജീപ്പ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. കേസിൽ അറസ്റ്റിലായ പാണത്തൂർ ബാപ്പുങ്കയത്തെ ബിജു പൗലോസ് ഉപയോഗിച്ച ജീപ്പാണ് ബന്ദടുക്കയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. അതേസമയം പ്രതിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് നൽകിയ ഹർജി കോടതി തള്ളി. നഴ്സറി TTC പഠനത്തിന് കാഞ്ഞങ്ങാട് നഗരത്തിലെത്തി കാണാതായ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയുടെ മരണത്തിൽ മൃതദേഹം കണ്ടെത്താൻ ഉപയോഗിച്ചെന്ന് കരുതുന്ന ജീപ്പ് ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിലെടുത്തു. കേസിൽ പ്രതിയായ പാണത്തൂർ പാപ്പുങ്കയത്തെ ബിജു പൗലോസ് നേരത്തെ ഉപയോഗിച്ച ജീപ്പാണ് ബന്ദടുക്കയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. കൃത്യം നടത്തിയതിനു ശേഷം ഇയാൾ ജീപ്പ് മറ്റൊരാൾക്ക് വിൽക്കുകയായിരുന്നു.
കാഞ്ഞങ്ങാട് മടിയനിൽ സ്വന്തം നിലയിൽ വാടകയ്ക്കെടുത്തു കൊടുത്ത മുറിയിൽ പെൺകുട്ടി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെന്നും ഇതിനെ തുടർന്ന് മൃതദേഹം ഈ ജീപ്പിൽ കയറ്റി പാണത്തൂർ പവിത്രം കയറ്റെത്തിച്ച പുഴയിൽ ചവിട്ടിത്താഴ്ത്തിയെന്നുമാണ് പ്രതിയുടെ മൊഴി. എന്നാൽ ഇത് കൊലപാതകമാണോ എന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. 15 വർഷത്തിനു ശേഷമാണ് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അതേസമയം തുടരന്വേഷണത്തിനായി പ്രതിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയ ഹർജി തള്ളി. നുണപരിശോധനയ്ക്ക് പ്രതി വിസമ്മതിച്ചതാണ് ഹർജി തള്ളാൻ കാരണം. 2010 ജൂൺ 6-നാണ് പെൺകുട്ടിയെ കാണാതായത്. കഴിഞ്ഞ മാസമാണ് ബിജു പൗലോസിനെ മടിക്കേരിയിൽ നിന്നു ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ അസംബ്ലി നിയോജക മണ്ഡലം കോൺഗ്രസ് നേതൃയോഗം നടന്നു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. കരാർ ഏറ്റെടുത്തവരും ഉപകരാർ ഏറ്റെടുത്തവരും നാടിന്റെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ ഇല്ലാതാക്കുന്ന തരത്തിൽ കുഴിച്ചെടുക്കുകയും ഇടിച്ച് നിരത്തുകയുമാണ് നടത്തിവരുന്നതെന്നും ഫൈസൽ ആരോപിച്ചു. യോഗത്തിൽ തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറിമാരായ K നീലകണ്ഠൻ, A അസിനാർ, KPCC അംഗങ്ങളായ ശാന്തമ്മ ഫിലിപ്പ്, കരിമ്പിൽ കൃഷ്ണൻ, KV ഗംഗാധരൻ, സേവാദൾ സംസ്ഥാന പ്രസിഡന്റ് രമേശൻ കരുവാച്ചേരി, DCC ഭാരവാഹികളായ ജെയിംസ് പന്തമാക്കൽ, KP പ്രകാശൻ, മാമുനി വിജയൻ, ടിമി പ്ലാച്ചേരി, MC പ്രഭാകരൻ, ബ്ലോക്ക് പ്രസിഡന്റുമാരായ ജോയ് ജോസഫ്, മടിയൻ ഉണ്ണികൃഷ്ണൻ, ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി C രവി, വിവിധ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാർ, പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. ജൂൺ 11 മുമ്പ് നിയോജകമണ്ഡലത്തിന് കീഴിലെ മുഴുവൻ മണ്ഡലങ്ങളിലെയും കോൺഗ്രസ് നേതൃയോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന ആവശ്യം കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ കോട്ടച്ചേരി ബാങ്ക് യൂണിറ്റ് സമ്മേളനം നടന്നു. കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് ജൂലൈ 9 ദേശീയ പണിമുടക്ക് സംഘടിപ്പിക്കുന്നത്. ഗതാഗത പ്രയാസം നേരിടുന്ന കാഞ്ഞങ്ങാട് പട്ടണത്തിൽ ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നും കാഞ്ഞങ്ങാട്ട് നടന്ന കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ കോട്ടച്ചേരി ബാങ്ക് യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. VV പ്രശാന്ത് കുമാർ നഗർ കോട്ടച്ചേരി ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം യൂണിയൻ ജില്ലാ സെക്രട്ടറി KV വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ച് സർക്കാർ ജീവനക്കാർക്ക് പ്രഖ്യാപിക്കുന്ന ഉറപ്പ് തന്നെ DMS അലവൻസ് ഇന്ന് പ്രഖ്യാപിക്കുന്നു. സകലവശാൽ ഉത്തരവുണ്ടാകണമെന്ന് പോലും നിബന്ധനകളാണ്. സർക്കാർ ജീവനക്കാർക്ക് പ്രഖ്യാപിക്കുന്ന പോലെ DMS അലവൻസ് സകല ജീവനക്കാർക്കും ലഭ്യമായി. നമ്മൾ ജീവനക്കാർ ആരും മരണപ്പെട്ടു പോയാൽ ആശ്രിത നിയമനം നമ്മളെ സംബന്ധിച്ച് ലഭ്യമാണ്. നമുക്ക് ഇന്ന് പെൻഷൻ കൂടി ലഭ്യമാകുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം വെറുതെ കിട്ടിയതല്ല. നമ്മൾ സംഘടന നടത്തിയിട്ടുള്ള ചാകോചലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒന്ന് വിസ്മരിച്ചു പോകാതെ നമ്മൾ ഓർത്തെടുക്കണമെന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. 1979 1987 ഈ യൂണിയൻ നടത്തിയിട്ടുള്ള ചാകോചലമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ്. യൂണിറ്റ് പ്രസിഡന്റ് VV ലേഖ അധ്യക്ഷത വഹിച്ചു. KV തങ്കമണി, AK ലക്ഷ്മണൻ, മനോജ് കുമാർ കാരക്കുഴി, AV സഞ്ജയൻ, C വിജയൻ, P ജയകല, MV ബാലചന്ദ്രൻ, M ജ്യോതി ബസു, M സതീശൻ എന്നിവർ സംസാരിച്ചു. N പ്രിയേഷ്, ഷനൽകുമാർ എന്നിവർ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി TP രാജേഷ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിശ്വ യുവക് കേന്ദ്ര, കേരള അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് എന്നിവയുടെ സഹകരണത്തോടെ ബന്തെടുക്ക സരസ്വതി വിദ്യാലയത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. വിശ്വ യുവ കേന്ദ്ര, കേരള അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് എന്നീ സംഘടനകളുടെ സഹകരണത്തോടെയാണ് ബന്തെടുക്ക സരസ്വതി വിദ്യാലയത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചത്. ഭാരതീയ വിദ്യാനികേതൻ വിഭാവനം ചെയ്ത ഭൂമിക്കായി ഒരാൾ ഒരു മരം എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ച് കുട്ടികൾ വീടുകളിൽ വൃക്ഷത്തൈകൾ നടുകയും വിദ്യാലയത്തിൽ പരിസ്ഥിതി ദിന റാലിയും പരിസ്ഥിതി ദിന പ്രശ്നോത്തരിയും നടത്തി. കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ B കൃഷ്ണൻ, കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആലീസ് ജോർജ്, വിദ്യാലയ സമിതി അംഗങ്ങൾ, അധ്യാപകർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ ലീഡർമാരായ സാൻവി നമ്പ്യാർ, കൃഷ്ണവ്, പ്രഥമാധ്യാപിക ഉമാദേവി CG എന്നിവർ ചേർന്ന് സ്കൂൾ പരിസരത്ത് വൃക്ഷത്തൈ നട്ടു. ശേഷം ഉദ്ഘാടന സഭയും നടന്നു. വിദ്യാലയ സമിതി അംഗം സതീശൻ പള്ളിക്കരയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രഥമാധ്യാപിക സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഇന്ദിര P നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
കാഞ്ഞങ്ങാട് ലൈവ് വിദ്യാഭ്യാസ കൂട്ടായ്മയുടെ വാർഷികാഘോഷ പരിപാടികൾ ജൂൺ 8 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാട് ലൈവ് വിദ്യാഭ്യാസ കൂട്ടായ്മയുടെ വാർഷികാഘോഷം ജൂൺ 8 ഉച്ചയ്ക്ക് 2 മണിക്ക് കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ ഭാരവാഹികളൊക്കെ കടന്നു വന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന ഒരു പ്രസ്ഥാനത്തിലൂടെ MSF-ൽ പ്രവർത്തിച്ച പ്രവർത്തകരും സഹഭാരവാഹികളൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു ലൈവ് കാഞ്ഞങ്ങാട് ഇന്ന് നടത്തിക്കൊണ്ടു പോകുന്നത്. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ലൈവിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അഭിപ്രായവും അവരുടെ സപ്പോർട്ടുകൾ ഓരോ വർഷം തോറും നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ഓരോ പദ്ധതിയും വളരെ ഭംഗിയായി നടത്തുവാൻ ഇന്ന് വരെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് വർഷത്തിൽ നമ്മൾ നടത്താറുള്ള ആനുവൽ ഡേ. കഴിഞ്ഞ വർഷം റിസർച്ച് IPS ആയിരുന്നു ചീഫ് ഗസ്റ്റായി ഞങ്ങളുടെ ആനുവൽ ഡേ. വർഷത്തിൽ എല്ലാ മെയ് അവസാനമായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ വർഷം നടത്തിയത്. നമ്മൾ ആഗ്രഹിച്ച ഗസ്റ്റിനെ തന്നെ നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിപ്പോയി. നമ്മുടെ ഈ വർഷത്തെ ആനുവൽ ഡേ ജൂൺ 8 നിങ്ങൾക്കൊക്കെ അറിയാം. PMA ഗഫൂർ അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ ക്ലാസ്സും അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ ഹൃദയത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഹൃദയത്തിൽ തട്ടുന്ന വാക്കുകളാണ്. അദ്ദേഹം നമ്മുടെ കുട്ടികളിലേക്ക് നമ്മുടെ സമൂഹത്തിന് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ ക്ലാസുകളിലൂടെ. പരിപാടി AKM അഷ്റഫ് MLA ഉദ്ഘാടനം ചെയ്യും. ആബിദ് ആറങ്ങാടി അധ്യക്ഷത വഹിക്കും. പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കർ PMA ഗഫൂർ മുഖ്യപ്രഭാഷണം നടത്തും. യുവ സാമൂഹിക പ്രവർത്തകയും മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ മുഖ്യാതിഥിയായിരിക്കും. പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് അനുമോദിക്കും. ജാഫർ ചായോത്ത് സംഘടനയുടെ പദ്ധതികൾ വിശദീകരിക്കും. ലൈവ് ഓഫീസർമാരായ ഇജാസ് PV, റംഷീദ് തോയമൽ വിശിഷ്ടാതിഥികൾക്ക് ഉപഹാരങ്ങൾ കൈമാറും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആബിദ് ആറങ്ങാടി, സാദിഖുൽ അമീൻ, ജാഫർ മാസ്റ്റർ ബല്ലാക്കടപ്പുറം, ആയിഷ ഫർസാന, ഇജാസ് PV എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് തല അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഷേടിക്കാന അങ്കണവാടിയിൽ നടന്ന പരിപാടി കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് കർല ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് തല അങ്കണവാടി പ്രവേശനോത്സവം ഷേടിക്കാന അങ്കണവാടിയിൽ കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് കർല ഉദ്ഘാടനം ചെയ്തു. കുമ്പള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് താഹിറ യൂസഫ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർ പ്രേമ ഷെട്ടി, കാസർഗോഡ് ICDS പ്രൊജക്ട് CDPO രോഹിണി നെല്ലിശ്ശേരി, 12ാം വാർഡ് മെമ്പർ ശോഭ, ICDS സൂപ്പർവൈസർ പ്രിയ എന്നിവർ സംസാരിച്ചു. ICDS സൂപ്പർവൈസർ ജയശ്രീ സ്വാഗതവും അങ്കണവാടി വർക്കർ ശോഭ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ത്യാഗസ്മരണയുടെ ഓർമ്മ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. ത്യാഗവും സമർപ്പണവുമാണ് ബലിപ്പെരുന്നാൾ നൽകുന്ന സന്ദേശമെന്ന് ബഷീർ ശിവപുരം പറഞ്ഞു. പള്ളികളിലും വിവിധ ഈദ്ഗാഹുകളിലും പ്രത്യേക പെരുന്നാൾ നമസ്കാരം നടന്നു. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതി കാസർഗോഡ് പിടിയിൽ. കാഞ്ഞങ്ങാട്ട് കുശാൽ നഗറിലെ ക്വാർട്ടേഴ്സിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത്. കാസർഗോഡ് നിരോധിത ലഹരി വസ്തുക്കൾ പിടികൂടി. കൊഡ്ലൂർ ഷിറിബാഗിലു സ്വദേശി കമറുദ്ദീനെ, സൗത്ത് തൃക്കരിപ്പൂർ മീലിയാട്ട് സ്വദേശി മുഹമ്മദ് ഷഫീർ CK എന്നിവരാണ് പിടിയിലായത്. ബന്ദിയോട്ട് മാരക മയക്കുമരുന്നായ MDMA-യുമായി എത്തിയ മധ്യവയസ്കൻ അറസ്റ്റിൽ. ഉപ്പള മണിമുണ്ട ഹൌസിൽ മുഹമ്മദ് ഹർഷാദിനെയാണ് DYSP CK സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 2019 സ്ത്രീയെ ആക്രമിച്ച കേസിലെ പ്രതിയായ പിടികിട്ടാപ്പുള്ളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബന്ദിയോട്ടെ ജലീലിനെയാണ് കുമ്പള പോലീസ് ഇൻസ്പെക്ടർ KP വിനോദ് കുമാറും സംഘവും ചേർന്ന് പിടികൂടിയത്. കാസർഗോഡ് പട്ടികവർഗ വിഭാഗത്തിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ മൃതദേഹം കണ്ടെത്താൻ ഉപയോഗിച്ച ജീപ്പ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു.
വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.